പറഞ്ഞില്ലേ ഉമ്മാന്റെ വീഡിയോസ് എവിടെ ഇല്ല. ഞാൻ എന്റെ ഉമ്മാന്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എന്റെ യൂട്യൂബിൽ നിന്നൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ചെയ്ത ഒരു സംഭവം. അപ്പൊ താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായച്ചിത്തം എന്നോണം ക്ഷമാപണവുമായി ഷാജിദ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത്രയും കാലം താൻ സോഷ്യൽ മീഡിയയിൽ ചെയ്ത് കൂട്ടിയതെല്ലാം തെറ്റായി പോയി പോലും. സ്വന്തം ഉമ്മാനെ കുറിച്ച് പോലും തോന്നിയവാസം പറഞ്ഞു പരത്തിയത് തെറ്റായി പോയി പോലും. എന്തേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ തോന്നി പോകാൻ കാരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലെ? അതിന് പിന്നിൽ കാരണമുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ ഷാജിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? അതിന്റെ ഭാര്യയുടെ ഫോട്ടോ എടുത്ത് അവളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തതിനും ലൈംഗിക ചുവയോട് സംസാരിച്ചതിനും അതെന്തായി എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ ആദ്യം ഈ കേസുമായിട്ട് ചെന്നത് എന്റെ സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന സമയത്ത് പോലീസുകാർ ഇത് കേസ് എടുക്കാൻ പറ്റില്ല, നിങ്ങൾ കോടതി വഴി സമീപിച്ചോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചയച്ചു. വളരെ നിരാശപ്പെടുത്തുന്ന സമീപനമായിരുന്നു അപ്പൊ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ ഞാൻ എന്തൊക്കെ വേണ്ട നിയമോപദേശം തേടി. ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു മനസ്സിൽ തന്നെയായിരുന്നു എനിക്ക്. അങ്ങനെ വേണ്ട നിയമോപദേശം കിട്ടിയതിനു ശേഷം ഞാൻ എന്താക്കി DGPക്കും SP-ക്കും ഒരു കത്തം അയച്ചു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. അവർ വീണ്ടും ഓരോരോ ഒഴിവ് കഴിവുകൾ പറയാൻ തുടങ്ങി. കാരണം ഇവർക്ക് എങ്ങനെയും ഇത് കേസ് എടുക്കാതിരിക്കണം. കേസെടുത്ത ചൊറാണല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ്. ഞാൻ തിരിച്ച് പോലീസുകാരോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, എന്തുകൊണ്ട് നിങ്ങൾ കേസ് എടുക്കുന്നില്ല, അതിന് വിശദീകരണം എനിക്ക് 14 ദിവസത്തിനുള്ളിൽ കിട്ടണം എന്നുള്ളത്. അവരായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോം വെച്ച്. അങ്ങനെ 14 ദിവസം കഴിഞ്ഞിട്ടും അവരുടെ വിശദീകരണം ഒന്നും കിട്ടിയില്ല. അതോടെ ഞാൻ എന്ത് ചെയ്തു, ഈ കാര്യം ബോധിപ്പിച്ച് വീണ്ടും DYSPക്കും SP-ക്കും കത്തയച്ചു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ എന്താക്കി, ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും വിളിച്ച് ഷാജിക്കെതിരെ താങ്കൾ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് വിളിക്കാണ്, FIR ഇടാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് മൊഴി എടുക്കാൻ വേണ്ടി സ്റ്റേഷൻ വരെ വരണമെന്ന്. അങ്ങനെ ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ പോയി വേണ്ട മൊഴികളെല്ലാം കൊടുത്തു. മിക്കവാറും FIR വീണിട്ടുണ്ടാകും. സ്റ്റേഷനിൽ ഷാജിക്ക് നേരെ കോള് പോയിട്ടുണ്ടാകും. അത് 100% ഷുവറാണ്. എന്തായാലും ഒരുപാട് ഇതിന് പിന്നാലെ നടന്നു കേട്ടോ. പക്ഷെ നടന്നാൽ എന്താ, റിസൾട്ട് കിട്ടിയല്ലോ, അത് മതി. എന്തായാലും ഇത്രയൊക്കെ അയച്ചിരിക്കും. നമുക്ക് ഷാജി അപ്ലോഡ് ചെയ്ത ക്ഷമാപണം വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. പിന്നെ ഉമ്മാന്റെ കാര്യം പറഞ്ഞില്ലേ, ഉമ്മാന്റെ വീഡിയോസ് എവിടെ ഇല്ല. ഞാൻ എന്റെ ഉമ്മാന്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എന്റെ യൂട്യൂബിൽ നിന്നൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എനിക്കറിയാം അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ചെയ്ത ഒരു സംഭവമാണ്. ഞാൻ ആ തെറ്റ് എനിക്ക് മനസ്സിലായി. പഠിച്ചവനെ അത് എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അല്ലെങ്കിൽ അത് പുറത്ത് തരണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ശരി, അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചില്ലേ? എന്തേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ തോന്നാൻ കാരണം? ഇനി ഉറങ്ങി കിടക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ എങ്ങാനും ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. പിന്നെ ഈ കാര്യത്തിൽ നീ പഠിച്ചവനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. ആദ്യം നീ പോയി നിന്റെ ഉമ്മാന്റെ അടുത്തുനിന്ന് പൊരുത്തം വാങ്ങിക്കും. കാരണം അമ്മാതിരി പൊറുക്കാൻ പറ്റാത്ത അപരാധങ്ങളാണ് നീ സ്വന്തം ഉമ്മയോട് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പൊ നിനക്ക് ചെയ്ത തെറ്റിന് അത്രക്കും പശ്ചാത്താപം തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം നീ പോയി ഉമ്മാന്റെ കാല് പിടിക്കും. എന്നിട്ട് ആ ഉമ്മാന്റെ പൊരുത്തം വാങ്ങിച്ചതിന് ശേഷം പഠിച്ചവന്റെ അടുത്ത് തോപ്പായിട്ട് വാ. അല്ലാണ്ട് ഇത്രയും കാണിച്ചു കൂട്ടിട്ട് പഠിച്ചവനെ എനിക്ക് പുറത്ത് തരണമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അതുകൊണ്ട് പഠിച്ചവൻ പുറത്ത് തരുമെന്ന് നീ വിചാരിക്കുകയും വേണ്ട കേട്ടോ. ബാക്കി നോക്കാം. പക്ഷേ അതെന്നെ വലിച്ചു വാരി ഓരോരുത്തർ, കാരണം അതൊക്കെ ഞാൻ അപ്പോഴേ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു. എൻ്റെ യൂട്യൂബിൽ കാണില്ല, എൻ്റെ ഷോർട്സിൽ കാണില്ല, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കാണില്ല. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. അതും ഞാൻ ആ സംഭവം കഴിഞ്ഞിട്ടും ഞാനൊരു 2 വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം എന്താന്ന് പറയാൻ, എന്നെ അപ്പോഴും അങ്ങനെ മെന്റലി പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് ഇടിയിച്ച സംഭവമാണ്. അത് ഞാനായിട്ട് ഇട്ടതൊന്നല്ല. അത് ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇട്ടതായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി അങ്ങനെ ചെയ്യണ്ട, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയി, ആ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാനത് ചെയ്തിട്ടില്ല. പിന്നെയും ഈ എന്താ പറയാ, ആ സംഭവങ്ങൾ വീണ്ടും എടുത്ത് അതേ ഒരു ഇതാക്കി കൊണ്ട് നടക്കണം ഓരോരുത്തർ. അച്ചോടി പാവല്ലേ, ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ എന്താ വിചാരിക്കുക, എന്തോ ചെറിയ തെറ്റ് ചെയ്തത് കാരണം എല്ലാരും കൂടി ചേർന്ന് ഇവളെ കുറ്റപ്പെടുത്തുന്നു, ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെയാണ് അല്ലേ? പക്ഷെ ഇവള് ചെയ്ത് വെച്ച് തമ്മാടിത്തരം വെച്ച് നോക്കുമ്പോഴുണ്ടല്ലോ ഇവൾക്ക് ഇതൊന്നും കിട്ടിയാൽ പോരാ. സ്വന്തം ഉമ്മാനെ കുറിച്ചും കുടുംബക്കാരെയും കുറിച്ചും വൃത്തികേടുകൾ പറഞ്ഞു നടക്കുക. അതുപോലെ തന്നെ ഇവൾക്കെതിരെ പ്രതികരിച്ചത് കാരണം മറ്റൊരു തന്നെ വീട്ടിൽ കയറി ചെന്ന് അവന്റെ ഭാര്യയും കുട്ടികളുടെയും വീഡിയോ പകർത്തുക, എന്നിട്ട് അവരെ കുറിച്ച് തോന്നിവാസങ്ങൾ പറഞ്ഞു വരുത്തുക. ഇതൊക്കെയാണ് ഇവിടെ ഇത്രയും കാര്യം ചെയ്തു വെച്ച അപരാധങ്ങൾ. ഇതൊക്കെ അങ്ങനെ അത്ര പെട്ടെന്ന് അങ്ങ് വിട്ട് കളയാൻ പറ്റുമോ ഷാജിദ? നീ വിട്ടാലും അത് മറ്റുള്ളവർക്ക് അത്ര പെട്ടെന്നൊന്നും വിടാൻ പറ്റത്തില്ല. കാരണം നീ ചെയ്തു വെച്ച ദ്രോഹങ്ങൾ അമ്മാതിരിയാണ്. സംഭവം ഇപ്പോൾ ഇവിടെ ക്ഷമാപണവുമായി വരാനുള്ള കാരണം മറ്റൊന്നുമല്ല. ഇവളിപ്പോ സ്വന്തം നാട്ടിൽ നിന്നും മണ്ണാർക്കാട്ടേക്ക് താമസം മാറിയല്ലോ. അതിനുശേഷമാണ് ഇവൾക്കെതിരെ പ്രതികരിച്ച് ഷെരീഫ് എന്നവന്റെ വീട്ടിലേക്ക് ഇവൾ കയറി ചെല്ലുന്നതും അവന്റെ ഭാര്യയുടെയും മക്കളുടെയും വീഡിയോ ഒക്കെ പകർത്തിയതും അല്ലെ? അതിനുശേഷം ഷെരീഫ് എന്ത് ചെയ്തെന്ന് അറിയും? എല്ലാ തരത്തിലും ഇവൾ അങ്ങ് ലോക്കാക്കി. ആ നാട്ടിൽ ഇവൾക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അങ്ങ് ആക്കി വെച്ച് അവസാനം എല്ലാ തരത്തിലും ഇവൾ ലോക്കായി എന്ന് കണ്ടപ്പോൾ ക്ഷമാപണമായിട്ട് വന്നതാണ് സംഭവം. ഇവള് പുതിയ ഷോപ്പൊക്കെ അവിടെ തുറക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഷെരീഫ് എന്ന് പറഞ്ഞവൻ അങ്ങ് മുടക്കി. അതുമായി ബന്ധപ്പെട്ട് ഷെരീഫ് 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തരാമെന്ന് കണ്ടോക്കാം. ഞാൻ കല്യാൺ സിൽക്സ് തുറക്കണെന്നാ പറഞ്ഞത്.
ഒരു ചെറിയൊരു കട അവിടെ തുറക്കുക, അത് അയാൾ അനുവദിച്ചത് തന്നെ ഒരു മഹാഭാഗ്യം. എന്റെ ഈ വീഡിയോ ഇതൊക്കെ പാടാൻ കണ്ടേക്കേ ആൾക്ക് മനസ്സിലായി മാസം വാടക ഉണ്ടാവില്ല, ലൈവേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. എളുപ്പം ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ യേശുദാസിനൊക്കെ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കായിരുന്നു ഇതേ. യേശുദാസും ഇല്ല, MG ശ്രീകുമാറും ഇല്ല, സന്തോഷ് പണ്ഡിറ്റും ഇല്ല, കടയില്ല, ഒന്നുമില്ല. ഒക്കെപ്പാടൻ മൂഞ്ചി. ഓളെ മറ്റേ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ ഒരാളുണ്ട്, അതാണ് ആദ്യം ഇവിടെ ഒഴിവാക്കിയത്. എന്റെ ഈ പ്രശ്നം കാരണം ആദ്യം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഷെരീഫെ ഇനി ഞാൻ ഒരു മെസ്സേജ് കൊണ്ട് പോലും ഓരോരുത്തർ ഒരു ബന്ധത്തിന് ഞാൻ പോകൂല, ഇന്നതിലിജ് തെറ്റിദ്ധരിക്കരുത്, എനിക്കിതിലൊരു റോളും ഇല്ല, അള്ളാനെ ഓർത്തിട്ട് ഇതിലേക്ക് വലിച്ചിടരുതെന്ന്. ഞാൻ പറഞ്ഞു ഇജിതിലില്ലെങ്കിൽ ഇജ് പേടിക്കേണ്ട കാര്യമില്ല, ഇത് അങ്ങോട്ട് മാറിയിരുന്നു, പക്ഷെ ഇനി എന്നെ ഇതിൽ കാണരുത്. അപ്പൊ പറഞ്ഞോ ഒരിക്കലും ഇല്ല, കാരണം എനിക്ക് എന്റെ അനിയനും ഇജും ഒക്കെ ഒരേ മാതിരി തന്നെ, നിന്നേക്കാ വലുതല്ല എനിക്ക് ഒരിക്കലും അവളെ ഒറ്റ മെസ്സേജ് വാട്സാപ്പിൽ ഞാൻ അയച്ചതാ. ഓള് പെട്ടിയും പ്രമാണം എടുത്തിട്ട് പോന്നു. അവിടുന്ന് മഹല്ലേരും പോലീസും പാടെ കൂടിയിട്ട് നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് ഓളെ നാട് കടത്താൻ വേണ്ടിയിട്ട് ഇവൾക്ക് പോകാനൊരു നാടുണ്ടായിരുന്നില്ല. അതിലാണ് ഇവളെ മെസ്സേജ് കണ്ടേക്ക് ഇവളോട് ചോദിച്ചത്രേ, എടീ അവിടെ ഏതെങ്കിലും ഒരു വാടക വീട് കിട്ടുമോ, എനിക്ക് തൽക്കാലം ഒന്ന് നിൽക്കാനാണ്. അപ്പൊ ഇവളാണ് ഈ സ്ത്രീ. ഇവളിപ്പോ നിൽക്കുന്ന വീടില്ലേ, ഈ വീട്ടിൽ ഇതിന് മുമ്പ് ഒരു പെണ്ണ് തൂങ്ങി മരിച്ചിട്ട് ഈ വീട്ടിൽ ആരും ഈ വീട് എടുക്കുന്നില്ല. എത്ര വാടക കമ്മിയാക്കി കൊടുത്താലും ഈ വീട് എടുക്കാൻ ആളുണ്ടായിരുന്നില്ല. കാരണം എന്താ, അവിടെ ഒരു പെണ്ണ് മരിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്തോ ഭർത്താവും മറ്റേ അവളും തമ്മിലൊരു ഇഷ്യൂ ആയിരുന്നു, അതിന്റെ പേരിൽ പെണ്ണ് തൂങ്ങി മരിച്ചിരുന്നു. അങ്ങനെ ആ വീട് കുറെ കാലം കൂട്ടിയിട്ട് കിടക്കായിരുന്നു. അതിന്റെ അടിയേക്കാണ് ഈ വന്നത്. അപ്പൊ പിന്നെ വന്നത് ശൈത്താനല്ലേ, അതുകൊണ്ട് പേടിച്ചല്ലാതെ ഇതിനോട് കൊടുത്തതാ. പക്ഷെ ഇത് മെനയായി, ഇപ്പൊ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങണില്ല. ഇപ്പൊ അത് അങ്ങനെ അവിടെ കൂടിയേക്കാണ്. ശൈത്താൻ ഇനിയിപ്പോ എന്താ, ആയത്തിൽ കുറിച്ച് ഓതിയിട്ടടക്കം പോകാത്ത ശൈത്താനുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അതാണ് ഇപ്പൊ ആ പെരക്കാരുടെ അവസ്ഥ. ഓലോട് കംപ്ലൈന്റ് പറയുന്നുള്ളൂ, ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ പറയുന്നുണ്ട് ഓള് ഇന്ന് പോകാം, നാളെ പോകാം, മറ്റന്നാ പോകാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് വട്ടം കറങ്ങാണ്. കുപ്പിയില് കൂറ വട്ടന്മാരി ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ മൂപ്പത്തേര് ആരോടൊക്കെ പറയുന്നുണ്ട്, ഈ ഹൗസ് ഓണർ. നമുക്കിപ്പോ അതൊന്നും വിഷയമല്ല. ഇപ്പൊ ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല ഓളെ മറ്റേ കടയുടെ റൂം ഒഴിവാക്കാൻ പറഞ്ഞത്. അയാള് എല്ലാ വീഡിയോസും കണ്ടപ്പോഴാണ് ഇത് ജാതി തരികിടയാണ്. ഓക്കെ, അതാണ് സംഭവം. ഇവള് പുതിയ കട തുറക്കാനിരുന്നത് മുടങ്ങി, ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന ആളും കൈവിട്ടു, ഹൗസ് ഓണർ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഇങ്ങനെ എല്ലാ തരത്തിലും ഇവള് ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഷെരീഫിനോട് ഇവള് ചെയ്തേ വെച്ച് നോക്കുമ്പോ ഇത്രയെങ്കിലും തിരിച്ച് ചെയ്യണമല്ലോ. നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ വീട്ടിൽ കയറി തോന്നിയവാസം കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ തിരിച്ച് ചെറിയ പണിയെങ്കിലും കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നെ നാട്ടിലുള്ളവരാണെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് എന്ത് കാര്യം അല്ലേ? അത്രേ ഉള്ളൂ. നല്ല 8ന്റെ പണി കൂടി തിരിച്ചു കൊടുത്ത് അവസാനം രാജ്യത്തൊക്കെ എന്താക്കി, ആയുധം വെച്ചൊക്കെ കീഴടങ്ങേണ്ടി വന്നു. ആ കീഴടങ്ങലാണ് നമ്മളിപ്പോ കണ്ടത്. പക്ഷെ ഇതുകൊണ്ടൊന്നും എല്ലാം തീർന്നു വിചാരിക്കേണ്ട സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നീ ചെയ്തു വെച്ച ദ്രോഹങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിനക്ക് ഇത്ര ഒന്നും കിട്ടിയാ പോരാ. നിനക്കുള്ള പണികൾ ഇങ്ങനെ വഴിയേ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഷാജിദിന്റെ ലൈവിന്റെ ബാക്കി ഭാഗം ഒന്ന് കണ്ടുനോക്കാം. അല്ല, നമുക്കില്ലേ, ഞാൻ പറയട്ടെ, എനിക്ക് ഇപ്പൊ കുറച്ച് ഒരു 1 വീക്കായിട്ട് ഭയങ്കര, കാരണം എന്താണ് വിട്ട കാര്യം പിന്നെയും നമ്മുടെ പിറകെ നടന്ന് നമ്മളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിറകെ നടന്ന് നമ്മളെ ടോർച്ചർ, നമ്മുടേതായ രീതിയിൽ നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട്. ആരുടെ അടുത്തും ഒരാളുടെ അടുത്തും 1 ഉറുപ്പിക്ക് നമ്മൾ പോണില്ല. ഞാനുണ്ട്, എന്റെ മക്കളുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ജീവിച്ചു പോണത്. അതിന്റെ ഇടയിൽ വീണ്ടും നമ്മളെ എന്താ പറയാ, പിന്നാലെ നടന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്തണം, നമ്മളെ പിന്നാലെ നടന്നിട്ട് വീഡിയോസ് ഇടുകയാണ്. അപ്പൊ ഒരു പരിധിയില്ലേ, നമുക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ, ക്ഷമയ്ക്കൊരു പരിധി. അത് ശരി, സഹിക്കുന്നതിന് പരിധി ഉണ്ട് അല്ലേ, ക്ഷമക്കൊരു പരിധി ഉണ്ട് അല്ലേ. ഇത്രയും കാലം നിന്നെ കുറിച്ച് മറ്റുള്ളവരും ഇത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നീ ഇത്രയും കാലം മറ്റുള്ളവരെ വെറുപ്പിച്ചില്ലേ, സ്വന്തം ഉമ്മാനടക്കം നീ വെറുതെ വിട്ടില്ലല്ലോ. അപ്പൊ തിരിച്ചിങ്ങനെയൊക്കെ കിട്ടും, നീ സഹിച്ചേ പറ്റൂ. എന്തായാലും കിട്ടേണ്ടത് കിട്ടിയപ്പോ ആൾക്ക് തോന്നേണ്ടത് തോന്നി കിട്ടും. ഇവളെന്നെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാകും, ഏത് നേരത്തെയാണാവോ എനിക്ക് മണ്ണാർക്കാട്ടേക്ക് താമസം മാറാൻ തോന്നിയതെന്ന്. ഇവൾ എന്ന് മണ്ണാർക്കാട്ടേക്ക് താമസം മാറിയോ അന്ന് ഇവളുടെ നാശം തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സ്വന്തം നാടായിട്ടുള്ള പത്തിരിപ്പാലത്ത് ഇവളിങ്ങനെ വെലസി നടക്കായിരുന്നു, സ്വന്തം കുടുംബക്കാരെയും അയൽവാസികളൊക്കെ വെറുപ്പിച്ച് ഇങ്ങനെ നടക്കായിരുന്നു. അതിന്റെ ഇടയിൽ കൂടാണ് ഇവൾക്കൊന്ന് മണ്ണാർക്കാട്ടേക്ക് താമസം മാറാൻ തോന്നിയത്. എന്ത് പറയാനല്ലേ, അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു ഇപ്പൊ ഷാജിദക്ക് തോന്നുന്നുണ്ടാകും. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. കേസിന്റെ വഴിക്ക് പോട്ടെ, അങ്ങനെ കേസ് ഉണ്ടെങ്കിൽ കേസിന്റെ വഴിക്ക് പോട്ടെ, അങ്ങനെ ഓരോരുത്തർ കേസിന്റെ വഴിക്ക് പോട്ടെ. കേസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ വിളിപ്പിക്കും ഇങ്ങനെ വിളിപ്പിക്കും, അതാക്കും ഇതാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതന്നെ എല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെതായ കേസിന്റേതായ വഴിക്ക് തന്നെ പോകും, അതിൽ യാതൊരു സംശയവും വേണ്ട ഷാജിദ. അപ്പൊ സംഭവം നമ്മൾ കൊടുത്ത കേസിന്റെ ഭാഗമായിട്ട് സ്റ്റേഷനിൽ നമ്മൾ വിളിച്ചിരിക്കണില്ലേ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനൊന്നും സംസാരിക്കൂലല്ലോ, അത് മതി. പക്ഷെ എന്തായാലും ഇതുകൊണ്ടൊന്നും വിട്ട് കളയുമെന്ന് ഷാജിദ് വിചാരിക്കേണ്ട കേട്ടോ. കിട്ടാവുന്നതിന്റെ പരമാവധി വാങ്ങിച്ചു തന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. കാരണം അത്രയും നീ എന്റെ ഭാര്യയെ കുറിച്ച് തോന്നിയവാസം പറഞ്ഞ് പരത്തിയിട്ടുണ്ട്, അതിന് നിനക്ക് ചെറിയൊരു ശിക്ഷയെങ്കിലും തരണ്ടേ, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.